കാട്ടാക്കട കട്ടയ്ക്കോട് പനയങ്കോട് വാർഡിലെ പുഷ്പം ഇന്ന് വേദനകളുടെ നടുവിലാണ്. പാൻക്രിയാസിൽ വന്ന ക്യാൻസറാണ് പുഷ്പത്തിന്റെ ജീവിതം തകർത്തത്. തുടർച്ചയായി കീമോ ചെയ്താൽ പരിഹരിക്കപ്പെടുമായിരുന്നുവെങ്കിലും സാമ്പത്തിക പരാധീനതകൾ കാരണം ചികിത്സ മുടങ്ങി. ഇടയ്ക്കുണ്ടായ വീഴ്ചയിൽ എല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചു. നേരത്തെ SP ഫോർട്ട് ഹോസ്പിറ്റലിലും മമൽ ഹോസ്പിറ്റലിലും നേഴ്സായിരുന്നു പുഷ്പം. കൃത്യമായ ചികിത്സ ലഭിച്ചാൽ തനിക്ക് പഴയ ജീവിതം തിരിച്ചെടുക്കാനാകുമെന്ന് പുഷ്പം പറയുന്നു. പുഷ്പത്തിന്റെ ഭർത്താവ് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ജോലിക്ക് പോകാനും ആകുന്നില്ല. ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് സുമനസ്സുകൾ കനിയണം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് റോഡിൽ SBIയിലാണ് പുഷ്പത്തിന്റെ അക്കൗണ്ട് നമ്പറായ 110140989220 എന്ന നമ്പറിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ ജീവിതം വീണ്ടും തകർക്കും. 740 IFSC കോഡ്. വിശദ വിവരങ്ങൾക്ക് 80 86 58 41 00 എന്ന നമ്പറിലും ബന്ധപ്പെടാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ 5 വർഷക്കാലം കൊണ്ട് പല രോഗത്തിനാലും കിടപ്പിലാണ്. കിഡ്നിയുടെ രോഗവും കരൾ രോഗവും ഷുഗർ പ്രശ്നങ്ങളും വീണ് കൈ പൊട്ടി ഒരു വർഷം ആകുന്നു. അതുപോലെ ക്യാൻസർ, പാൻക്രിയാസിലെ ക്യാൻസർ കീമോ എടുത്തിട്ട് അത് തീർന്ന് 3 മാസം കഴിഞ്ഞ്. അതിൻ്റെ ഇടയിൽ ഞാനൊന്നിപ്പോൾ വീണ് കാലിൽ 3 എല്ല് പൊട്ടലാണ്, ഇടത് കാലിൽ പൊട്ടലാണ്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലെ കെട്ടി 2 മാസം അനങ്ങാതെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആശുപത്രി ചിലവിനോ എൻ്റെ യാതൊരു വരുമാനം പോലും ഇല്ല. ആരും സഹായിക്കാനും ഇല്ല. സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തുടർ ചികിത്സയ്ക്ക് ഒരു മെഡിസിൻ വാങ്ങിയാനോ എനിക്ക് നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. ശ്വാസം മുട്ടലും പല രോഗങ്ങളുമായിട്ട് ഇപ്പം പ്രശ്നത്തിലാണ്. എൻ്റെ ഭർത്താവ് കൂലി വേലക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ഒരു വരുമാനം കൊണ്ടാണ്. പിന്നെ വെൽഡിൻ്റെ ലേബർ അസിസ്റ്റൻ്റാണ്. വേറെ കുടുംബക്കാരുമായിട്ട് എന്നെ ആരും സഹായിക്കുന്നില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് നടക്കാനുള്ള ഇതില്ല. മൂത്രത്തിൽ ട്യൂബ് ഇട്ടിരിക്കുന്നു. പലത് കാലും പൊട്ടലായി, അതും പ്ലാസ്റ്റർ ഇട്ടിരുന്ന് നടക്കാൻ വയ്യാതെ അതൊരു 6 മാസത്തോളം പ്രശ്നങ്ങളായിരുന്നു. ശരീരം മൊത്തം അലർജിയും പുണ്ണുമൊക്കെ വന്ന് അങ്ങനെ പല രോഗങ്ങൾക്ക് ഞാൻ കിടപ്പിലാണ്. ഇതിനാൽ എന്നെ കഴിയുന്ന വിധ സഹായങ്ങൾ ചെയ്ത് എന്നെ ഒന്ന് തുടർ ചികിത്സയ്ക്ക് സഹായിക്കണമെന്ന് ഞാൻ എൻ്റെ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ഒരു വീടൊന്നുമില്ല. വാടക വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. വേറെ വരുമാന മാർഗം ഒന്നുമില്ല. ഇതെനിക്ക് വേണ്ടി 50 വയസ്സാകുന്ന കുറച്ചൊരു കാലം കൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിന് ചെല്ല നാട്ടുകാരെന്നെ ഒന്ന് കുടുംബക്കാരും എന്നെ സഹായിക്കണം. അപ്പം ഡോക്ടർ പറഞ്ഞത് കാലിൻ്റെ 3 എല്ല് പൊട്ടലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഓപ്പറേഷൻ ചെയ്യണം, 3 ലക്ഷം രൂപ ആകുമെന്ന് പറഞ്ഞ്. അപ്പോഴും 3 ലക്ഷം രൂപയ്ക്ക് ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. 3 ലക്ഷം രൂപയൊന്നും നമ്മുടെ കയ്യിൽ എടുക്കാനില്ല. ഒരുപാട് പേരെടുത്തതൊക്കെ ആയിട്ട് പലരും ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പിന്നെ അവർ മാവിട്ട് കെട്ടി വിടുകയാണ് ചെയ്തത്. 6 ആഴ്ച കഴിഞ്ഞ് കഴിച്ച് നോക്കാമെന്ന് പറയും. ഇപ്പം എനിക്ക് ഭയങ്കര വേദനയിലും കടിച്ചമർത്തി ഞാൻ കഴിയുകയാണ്.